ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ ആലത്തൂർ DYSP ശ്രീ മുരളീധരൻ സർ, പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ആലത്തൂർ സൗഹൃദവേദിയുടെ ചെയർമാൻ ശ്രീ രവികുമാർ മാസ്റ്റർ, ഈ വേദിയെ അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അച്ഛനമ്മമാരെ, പ്രിയപ്പെട്ട ഓഫീസേഴ്സ്, ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും വളരെ ഭക്തിയോടെ ഒരു നിമിഷം ഒരു പ്രാർത്ഥന കേട്ടു. അതിൽ പറഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങൾ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. 1856 ലോകത്തിനാകമാനം ആദരിക്കാവുന്ന ഒരു വ്യക്തിയെ ദാനം ചെയ്ത ഒരു നാടാണ് നമ്മുടേത്, ശ്രീനാരായണ ഗുരു. ചെമ്പഴന്തിയിൽ 1856 ചിങ്ങമാസത്തിലെ ചതയം ദിനത്തിൽ ജന്മം നൽകിയ ആ മഹത് വ്യക്തി ലോകത്തിന് നൽകിയ സന്ദേശമാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇന്നത്തെ ഈ ചടങ്ങും 100 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും നമ്മൾ ആ ഒരു പാതയിലേക്കും ആ മഹത് വചനങ്ങളിലേക്കും അടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഏഴയലത്തേക്ക് പോകാനോ നമുക്ക് സാധിക്കുന്നില്ല. ബഹുമാനായ DYSP സാർ, നമ്മുടെ മനസ്സ് തുറന്ന് ഈ ലോകത്തെ കാണാൻ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നമ്മൾ ശ്രവിക്കേണ്ടേ. അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് മുന്നോട്ട് പോകണം. 21ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ എത്തിപ്പെടാത്ത വികസനങ്ങളില്ല, നമ്മൾക്ക് എത്തിപ്പെടാനാവാത്ത ഘട്ടങ്ങളില്ല. എല്ലാ മേഖലകളിലും മനുഷ്യൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ലോകത്ത് നിന്നും മറ്റേത് ലോകത്തിലേക്കും, അതായത് സൂര്യനിലേക്ക് പോലും ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഉപകരണങ്ങൾ അയച്ചു തുടങ്ങി. നമ്മളതിൻ്റെ പരീക്ഷണങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം വികസനങ്ങൾ നേടിക്കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും നമ്മുടെ അയൽവക്കത്തുള്ള അല്ലെങ്കിൽ സ്വന്തം സഹോദരനെ തന്നെ എത്ര ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് വേദനകൾ തന്നെയാണ് തരുന്നത്. ഈ 21ാം നൂറ്റാണ്ടിലും ഇന്ന് നമുക്കറിയാം, ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിലാണ്. എത്രയോ നിരപരാധികളാണ് അവിടെ, അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും ഈ യുദ്ധത്തിൽ, ഈ മതത്തിൻ്റെ പേരിലുള്ള യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു മോചനം നമുക്ക് വേണം. ആ മോചനത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് നമ്മെ തന്നെ മനസ്സിലാക്കുക. പക്ഷെ നമുക്കതിന് കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് സാർ ഇവിടെ ഉന്നയിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരാളെ അല്ലെങ്കിൽ തൊട്ട അയൽവാസിയെ, അത് ഏത് മതക്കാരനായിക്കോട്ടെ, സാറ് പറഞ്ഞ ആ ഒരു കല്യാണക്കുറിപ്പിലെ കാര്യം, നമ്മുടെ കുട്ടിയെ അല്ലെങ്കിൽ എൻ്റെ മകനെ, എൻ്റെ മകൾക്ക് വേറൊരു മതത്തിലെ ഒരു കുട്ടിയെ കല്യാണം കഴിക്കാൻ എത്ര ആൾക്കാർ തയ്യാറാവും? എത്ര ആൾക്കാർ നമുക്കതിനകത്ത് മനസ്സറിഞ്ഞ് കൈപിടിച്ച് കൊടുക്കാൻ തയ്യാറാവും എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? നമ്മേക്കാൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലേക്ക് എൻ്റെ മകളെ കൊടുക്കാൻ ഞാൻ തയ്യാറാവുമോ? അല്ലെങ്കിൽ എൻ്റെ മകനെ കൊടുക്കാൻ, എൻ്റെ മകൻ ഒരു പെൺകുട്ടിയെ എടുക്കാൻ നാം തയ്യാറാവുമോ? എന്തുകൊണ്ട് നമ്മളില്ല എന്ന് പറയുന്നു? എത്രയോ പരാതികളാണ് ഓരോ ദിവസവും പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. അപ്പോൾ നമ്മളൊന്നും ആ ഘട്ടത്തിലേക്ക്, ആ ഒരു മാനസിക വികാസത്തിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഈ നൂറ്റാണ്ടിലും
നാം കാണുന്നതും നാം അനുഭവിക്കുന്നതുമായ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യനെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മൾ കണ്ടു, നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു. കോവിഡ് വന്ന സമയത്ത് അവിടെ ഒരു മതവും ഉണ്ടായിരുന്നില്ല, ഒരു വർണ്ണവും ഉണ്ടായിരുന്നില്ല, ഒരു ജാതീയ ചിന്തകളുണ്ടായിരുന്നില്ല. അവിടെ പരസ്പരം സ്വന്തം ജീവൻ പിടിച്ചു നിൽക്കാൻ അവിടെ ഏതു വഴിയാണോ തിരഞ്ഞെടുക്കേണ്ടത് അതിലേക്ക് ഓടുന്ന മനുഷ്യരെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കഠിനമായ യാഥാർത്ഥ്യങ്ങൾ വന്നാൽ മാത്രമേ നാം ഇത് തിരിച്ചറിയൂ എന്ന് ചിന്തിക്കുമ്പോൾ നാം മനുഷ്യരാണോ എന്നതുകൂടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഞാൻ ഈ സൗഹൃദവേദിയുടെ എനിക്ക് തോന്നുന്നു ഒരു 2-3 പരിപാടികൾ ഇതിക്ക് മുമ്പ് സൗഹൃദവേദിയുടെ അല്ല, ഇതിൻ്റെ ഈ പോഷക സംഘടനകളുടേതായിട്ടുള്ള പരിപാടികൾ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഒരുപാട് നല്ല പരിപാടികൾ അല്ലെങ്കിൽ ഈ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുന്ന പരിപാടികളും അവർ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് മനുഷ്യൻ്റെ ഉന്നമനത്തിലേക്ക് വേണ്ടി, ഈ നാടിൻ്റെ ഉന്നമനത്തിലേക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിലെ ഓരോ ജനങ്ങൾക്കും വേണ്ടി ഈ സംഘടനയ്ക്ക് നിലവിൽ വന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരുപാട് ആളുകൾക്ക് നല്ല സഹായങ്ങൾ ചെയ്യാൻ പറ്റും. എന്തായാലും ആലത്തൂർ പോലീസിനെ ഈ ഒരു സന്ദർഭത്തിൽ ക്ഷണിച്ചതിനും ഞങ്ങളുടെ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ ഞങ്ങൾക്ക് 1-2 കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ ഞങ്ങളെ ഒരു നല്ല വാക്ക് കേൾക്കാനും നല്ല വാക്ക് പറയാനും സ്വീകരണം തരുവാനും ഒക്കെ കാണിച്ച സൗഹൃദവേദിയുടെ ഈ നല്ല മനസ്സിന് ഒരുപാട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ഒരു അവാർഡ് ജനങ്ങൾക്കുള്ള അവാർഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.